കനത്ത മഴയിൽ പശ്ചിമ ബംഗാളിലും അസമിലും വ്യാപക നാശനഷ്ടം. പശ്ചിമ ബംഗാളിലെ ജൽപായ്ഗുഡിയിൽ ചുഴലിക്കാറ്റിൽ 4 പേർ മരിച്ചു. 100-ലധികം പേർക്ക് പരുക്കേറ്റു. നിരവധി വീടുകൾ തകർന്നു. അസമിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. ഗുവാഹട്ടി എയർപോർട്ടിന്റെ റൂഫ് സീലിംഗ് തകർന്നു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് 6 വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടു. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, കനത്ത നാശനഷ്ടമാണോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്? മഴ തുടരുന്നുണ്ടോ? അനുജ, 3 സംസ്ഥാനങ്ങളിലാണ് ഈ മഴക്കെടുതി അതിരൂക്ഷമായി ബാധിച്ചത്. അതിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് പശ്ചിമ ബംഗാളിലെ ജൽപായ്ഗുരി ജില്ലയെയാണ്. ഇതുവരെ 4 പേർ മരിച്ചതായാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 100-ലധികം പേർക്ക് പരിക്കേറ്റതായും അധികൃതർ അറിയിക്കുന്നുണ്ട്. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മേഖലയിൽ മഴയെ തുടർന്നുണ്ടായ വ്യാപകമായുള്ള നാശനഷ്ടം കൂടി ഉണ്ടായിട്ടുണ്ട്. നിരവധി വീടുകൾ തകരുന്ന ഒരു സാഹചര്യമുണ്ടായി. അസമിലും മഴ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. ഗുവാഹട്ടി എയർപോർട്ടിന്റെ റൂഫ് സീലിംഗ് തകരുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് 6 വിമാനങ്ങൾ അഗർത്തലയിലേക്കും കൊൽക്കത്തയിലേക്കും വഴിതിരിച്ചു വിട്ടു. നിലവിൽ ഇപ്പോൾ എയർപോർട്ട് അധികൃതർ അറിയിച്ചിരിക്കുന്നത് സാധാരണ നിലയിലേക്ക് എയർപോർട്ടിന്റെ പ്രവർത്തനം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. മണിപ്പൂരിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരത്തിലെ മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചു. ഒപ്പം തന്നെ മരങ്ങൾ കടപുഴകി വീഴുകയും ഈ റോഡ് ഗതാഗതത്തെയും സാരമായി ബാധിച്ചിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി ജൽപായ്ഗുരിയിലേക്ക് ഉടൻ പോകുമെന്നുള്ള വിവരം കൂടി പുറത്തുവരുന്നുണ്ട്. സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുകയും ദുരിതബാധിതരെ നേരിൽ കാണുകയും ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അനുജ, പശ്ചിമ ബംഗാളിലും അസമിലും മണിപ്പൂരിലുമാണ് കനത്ത മഴയും ചുഴലിക്കാറ്റും നാശം വിതച്ചത്. ജൽപായ്ഗുരിയിൽ 4 മരണവും റിപ്പോർട്ട് ചെയ്യുന്നു.